ഹൈ എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു മൈൻഡർ എഫക്സ്, മൈ യൂട്യൂബ് ചാനൽ. സോ നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പോകും. അതിന് വേണ്ടി നമ്മൾ എന്നും ചെയ്യുന്ന പോലെ ഇന്ന് നമ്മുടെ മാർക്കറ്റ് എങ്ങനെയായിരുന്നു, നമ്മുടെ എൻട്രി എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ 50 മിനിറ്റ്സിൽ നമ്മൾ അനാലിസിസ് ചെയ്തപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് നാളെ ട്രേഡ് ഉണ്ടാവും. അതല്ല മാർക്കറ്റ് എന്താണ്, ഇതിൻ്റെ മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ സെൽ ഓൺ ദ റൈസ് ആണെന്ന്. സ്റ്റിൽ നമ്മുടെ ഈ പ്ലാൻ അവിടെ സ്റ്റില്ലാണ്. ബട്ട് ഇന്ന് മാർക്കറ്റ് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ടാപ്പ് ചെയ്തു. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ വന്ന് മാർക്കറ്റ് ഫസ്റ്റ് ഇതേപോലെ ഒരു വലിയ റെഡ് ക്യാൻഡിൽ ഉണ്ടായപ്പോൾ തന്നെ എന്താണ് ആൾക്കാരുടെ മനസ്സിൽ വരിക? ഇന്ന് മാർക്കറ്റ് നെഗറ്റീവിലോട്ട് പോകും, ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകും? ഇന്ന് നമുക്ക് സെൽ ട്രേഡാണ് എടുക്കേണ്ടത്. അതായത് സെല്ലറിനെ മാർക്കറ്റ് ഇൻവൈറ്റ് ചെയ്തു, മാർക്കറ്റ് സെൽ സൈഡിലോട്ട് പോകുന്ന ഒരു സിനാരിയോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. ബട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞ പോയിന്റിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സായി. എക്സാക്ട് നമ്മൾ പറഞ്ഞ പോയിന്റ് റിവേഴ്സായി. സോ ഇത് നമ്മുടെ ഓർഡർ ബ്ലോക്ക് സ്റ്റിൽ അവിടെ വാലിഡ് ആണ്. സോ അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓക്കെ, മാർക്കറ്റ് ഇവിടെ വന്നിട്ട് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തു 50 മിനിറ്റ്സിൽ, അതായത് 5 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ. ആൻഡ് മാർക്കറ്റ് ഇവിടുന്ന് ഒരു വട്ടം മുകളിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു? ഈ ലോയിലെ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടുന്ന് ഈ ക്യാൻഡിൽ ഇവിടുന്നുള്ള ലിക്വിഡിറ്റി മാർക്കറ്റ് ഗ്രാബ് ചെയ്തു. സോ ഇവിടുന്നൊക്കെ മാർക്കറ്റിന് മൂവ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇവിടെ എന്തുണ്ടാവും? ഈ ലോയിലൊക്കെ എന്തുണ്ടാവും? ലിക്വിഡിറ്റി ഉണ്ടാവും അല്ലേ? ഈ ലോയിലൊക്കെ മാർക്കറ്റിന് എന്തുണ്ടാവും? ലിക്വിഡിറ്റി ഉണ്ടാവും, സ്റ്റോപ്പ് ലോസ് ഓർഡർ ഉണ്ടാവും. അതെല്ലാം മാർക്കറ്റ് ഈ ക്യാൻഡിൽ മാർക്കറ്റ് എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? നേരെ മൂവ് ചെയ്തിട്ട് നമ്മുടെ ട്രെൻഡ് ലൈൻ വന്ന് മാർക്കറ്റ് തട്ടി താഴെ വന്ന് തിരിച്ചു വന്ന് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് MSS വന്ന് മാർക്കറ്റ് നേരെ അവിടം വരെ മൂവ് ചെയ്തു, ഈ ഹൈ വരെ. എന്തുകൊണ്ടാണ് ഈ ഹൈ വരെ മൂവ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമുക്ക് മേജർ സെല്ലിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് താഴോട്ട് വീണു. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രേഡ്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ട്രേഡ്. ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. സോ നാളെ നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്യുന്നു, നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. സോ ഇതൊക്കെ ഞാൻ കളയാണ്. എന്നിട്ട് ഞാൻ നമ്മുടെ ഓൾറെഡി ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. 50 മിനിറ്റ്സിൽ കാണിച്ചു തരാം. ഓക്കെ, 50 മിനിറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ FEG മാർക്കറ്റ് ഓൾറെഡി ടാപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഡേ ഹൈ ഏതായിട്ട് വരും? നമ്മുടെ ഡേ ഹൈ താഴോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഡേ ഹൈ. സോ ഇത് നമ്മുടെ മേജർ റെസിസ്റ്റൻസ് ആണ്, വീക്കിലി ലോ. സോ ഡേ ഹൈ നമ്മുടെ ഇതാണ്, പ്രീവിയസ് ഡേ ഹൈ. ഓക്കെ, ഇത് മാർക്ക് ചെയ്തിട്ടേക്കാം, പ്രീവിയസ് ഡേ ഹൈ. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ ഇതാണ്. പ്രീവിയസ് ഡേ ലോ ഏതാണ്? പ്രീവിയസ് ഡേ ലോ. സോ ഇതെല്ലാം ഞാൻ കളയുന്നുണ്ട് ഇപ്പം. ഓക്കെ, പ്രീവിയസ് ഡേ ലോ ഇതാണ്, പ്രീവിയസ് ഡേ ലോ. സോ ഇത് നമ്മുടെ പ്രീവിയസ് ഡേ ലോ ആണ്, ഇത് നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ ആണ്. ഓക്കെ, പ്രീവിയസ് ഡേ ലോ ആൻഡ് പ്രീവിയസ് ഡേ ഹൈ. ഓക്കെ, സോ ഇതിൻ്റെ ഇടയിൽ ഒരു റേഞ്ച് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ആവശ്യമില്ല, ഞാനത് കളഞ്ഞു. ഓക്കെ, സോ അപ്പോൾ നാളെ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണ്? നോ ട്രേഡിംഗ് സോൺ ആണ്. ഈ റേഞ്ചിനുള്ളിൽ നമുക്ക് എന്താണ്? നോ ട്രേഡിംഗ് സോൺ. ഈ റേഞ്ചിനുള്ളിൽ നമുക്ക് നോ ട്രേഡിംഗ് സോണാണ്. അത് നമ്മൾ ഓൾറെഡി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം നമുക്ക് ഇവിടെ നിന്നാണ് ഈ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുള്ളത്. സോ അപ്പോൾ പ്രീവിയസ് ഡേ ലോയുടെ താഴെ എന്തുണ്ട്? അതിൻ്റെ മുന്നത്തെ ലിക്വിഡിറ്റി ഉണ്ട്. അതായത് എന്തുണ്ട്? ഈ ഏരിയയിൽ എന്തുണ്ട്? ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഈ ഏരിയയിൽ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നാളെ മാർക്കറ്റ് താഴെ വന്ന് ഈ ലിക്വിഡിറ്റി കളക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിൽ തട്ടി മുന്നോട്ട് പോയാൽ മതി. നിങ്ങൾ സിനാരിയോ നോക്കിയാൽ മതി. മാർക്കറ്റ് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇന്ന് നടത്തിയ പോലെ ചെയ്തിട്ട് ലിക്വിഡിറ്റി കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഹൈ വരെ ടാർഗറ്റ്. സോ നാളെ മാർക്കറ്റ് എന്താണ്? നമ്മുടെ സെൽ ഓൺ ദ റൈസ്. സെൽ ഓൺ ദ റൈസ് ഏതാണ്? മുകളിൽ തന്നെയാണ്. ബൈ ഓൺ ദ ഡീപ്പ്, സെയിം, വേറൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നോ ട്രേഡിംഗ് സോൺ. നാളെ ഫ്രൈഡേ ആണ്, അതുകൊണ്ട് തന്നെ നല്ല ട്രേഡ് ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. നാളെ ലിക്വിഡിറ്റി മാർക്കറ്റിൽ കുറവായിരിക്കും. അതല്ല മാർക്കറ്റിൽ നല്ല ട്രെൻഡിങ് മൂവ് ആണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. സോ നമുക്കിവിടെ മുകളിലൊരു ഓർഡർ ബ്ലോക്ക് പ്ലസ് FEG ഉണ്ട്. താഴെ നമുക്ക് സ്റ്റിൽ നമ്മൾ ഓർഡർ ബ്ലോക്ക് പെൻഡിങ് ആണ്. ഇവിടെ നമുക്ക് സ്റ്റിൽ ഒരു FEGയും കൂടെ ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ലിക്വിഡിറ്റി ഉണ്ട്. ഓക്കെ, സോ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തുണ്ട്? നമ്മുടെ ഓപ്ഷൻ ചാർട്ട് നോക്കാം. ഓപ്ഷൻ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ PCR 7.8 ആണ്. സോ PCR എന്താണ്? ന്യൂട്രൽ അല്ല,
ബിയറിഷാണ്. PCR എന്താണ്? ബിയറിഷാണ്. സോ മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഈ ഏരിയ നിന്നൊക്കെ PCR ഒരു 0.45 ഒക്കെ പോയി കഴിഞ്ഞാൽ 5 താഴെ പോയി കഴിഞ്ഞാൽ ഓവർ സോൾഡായി മാറും. ഓവർ സോൾഡായി കഴിഞ്ഞാൽ എന്താണ്? അവിടെ ഷോർട്ട് കവറിങ് ഉണ്ടാവും. ഷോർട്ട് കവറിങ് ഉണ്ടായാലും മാർക്കറ്റ് മുകളിലോട്ട് പോകും. ആൻഡ് ഇതൊരു മേജർ ബൈയിങ് സോണാണ്. ബട്ട് ഈ ഒരു ലോ മാർക്കറ്റ് ഒരു സ്ട്രോങ് ക്യാൻഡിലിൽ ബ്രേക്ക് ചെയ്യാമെന്ന് വെക്കുക. ഞാൻ മുന്നേയും നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ട്. സോ ഇവിടെ എത്തുമ്പം ഇതേപോലത്തെ ക്യാൻഡിൽ കണ്ടോ? ഇത് ഒരു സ്ട്രോങ് ക്യാൻഡിലല്ല. ഓക്കെ, ഇത് നമുക്കൊരു ബൈയിങ് ക്യാൻഡിലാണ്. കാരണം ഇവിടെ വരുമ്പോൾ റിജക്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സിനാരിയോ ഇതേപോലത്തെ സിനാരിയോ ഈ ബ്രേക്ക് ചെയ്ത പോലെ ഇങ്ങനെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് മാറും? അവിടെ നമ്മുടെ പ്ലാൻ മാറും. ഓക്കെ, അവിടെ നമ്മുടെ പ്ലാൻ മാറും. അപ്പോൾ ബൈ ഓൺ ദ ഡിപ്പ് വരത്തില്ല. ഇങ്ങനൊരു പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ഇൻ പൊളാരിറ്റി. തിരിച്ച് വന്നിട്ട് ഇത് റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനകത്ത് ഇവിടെ 2 ക്യാൻഡിൽ വന്ന് അതിലൊരു FEG ഇതേപോലെ ഒരു FEG ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 2 3 ഇവിടെ FEG ഉണ്ട്. അപ്പോൾ തിരിച്ച് വന്നിട്ട് ആ FEG ടാപ്പ് ചെയ്തിട്ട് താഴോട്ട് വീഴുമ്പോൾ നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കാം. ഓക്കെ, താഴോട്ട് ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റ്സ് ഇതെല്ലാം നമ്മുടെ ടാർഗറ്റ്സ് ആണ്. താഴോട്ട് നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. 124 186 ഒക്കെ ടാർഗറ്റാണ്. അപ്പം ഇവിടെ ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലോട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെ മാർക്കറ്റ് നിൽക്കും? മാർക്കറ്റ് ഇതേപോലെ ആയിരിക്കും ക്യാൻഡിൽ ഉണ്ടാവുക. ഇതേപോലെ. ഓക്കെ, മാർക്കറ്റ് ഇതേപോലെ ആയിരിക്കും ക്യാൻഡിൽ ഉണ്ടാവുക. ലൈക്ക് ദിസ് വൺ ഇതേപോലെ ആയിരിക്കും ക്യാൻഡിൽ ഉണ്ടാവുക. ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിലാണെങ്കിൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ ക്യാൻഡിൽസും ഡിഫറൻസ് ക്യാൻഡിൽ തിയറീസ് നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ക്യാൻഡിൽസ് തിയറി നോക്കി പഠിച്ചാൽ മതി. ക്യാൻഡിൽസിൻ്റെ ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ഉണ്ട്. ഗൂഗിളിൽ പോയിട്ട് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ് എന്ന് അടിച്ചാൽ എൻ്റെ ഫുൾ ലിസ്റ്റ് കിട്ടും. ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് കേട്ടോ. നിങ്ങൾക്കിവിടെ ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക് കിട്ടും. ഓക്കെ, ഡ്രാഗൺ, ഡോജി, ഹാമർ, ഇൻവെർട്ടർ, ഹാമർ. സോ ഇതിനൊക്കെ ഓരോ റോളുകളുണ്ട്. ഞാൻ മെല്ലെ ഓരോന്ന് പറഞ്ഞുതരാം. സോ ഈ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് നോക്കി പഠിക്കുക. എന്നിട്ട് ഇവിടെ നോക്കുക ഇത് ബ്രേക്ക് ചെയ്യുന്നത് സ്ട്രോങ് ക്യാൻഡിലാണോ ആണെങ്കിൽ റീടെസ്റ്റിൽ ബൈ, അല്ലെങ്കിൽ അതിൻ്റെ FEGയിൽ സെല്ല് ചെയ്യണം. അല്ല ഇവിടെ വന്നിട്ട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് നിൽക്കുകയാണോ, അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് നിൽക്കുകയാണോ. സോ അതിൻ്റെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റിൽ എടുക്കുക, അല്ലെങ്കിൽ അതിന് മുകളിൽ എടുത്തിട്ട് അതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, സോ നാളത്തെ ബൈ ഓൺ ദ ഡീപ്പ്, സെൽ ഓൺ ദ റൈസ്. ഇത് തന്നെയാണ് നാളത്തെ പ്ലാൻ. ഇതിൻ്റെ ഉള്ളിൽ നോ ട്രേഡിംഗ് സോൺ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ സെക്ഷൻ ഉണ്ടായിരുന്നു. ഒരു കുറച്ച് 10-30 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ ഓൾ. നിങ്ങൾക്ക് നല്ല ഒരു സെക്ഷൻ കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക താഴെ. അതേപോലെ സെക്ഷൻസ് ഇനിയും ഉണ്ടാവും നമുക്ക്. ആൻഡ് നമ്മുടെ കോഴ്സ് അപ്കമിങ് കോഴ്സ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യും. ഈ മാസം കഴിഞ്ഞാൽ, ഓഗസ്റ്റ് കഴിഞ്ഞാൽ. സോ എൻ്റെ എൻറോളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലിമിറ്റഡ് സീറ്റ് നമ്മൾ എപ്പോഴും വെക്കാറുള്ളൂ. കാരണം എല്ലാവരോടും റീച്ച് ചെയ്യണം. ഒരു ഗ്യാതറിങ് ചെയ്തൊരിക്കലും നമ്മൾ പഠിപ്പിക്കാറില്ല. ഒരു ലിമിറ്റഡ് സീറ്റ്, ആ സീറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും. 2 month കോഴ്സാണ്. ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇതിന് താഴെ മെസ്സേജ് അയച്ചാലും മതി, ഞാൻ കോൺടാക്ട് ചെയ്തോളാം, അല്ലെങ്കിൽ ടീം കോൺടാക്ട് ചെയ്യും. ആൻഡ് വേറൊരു കാര്യം, ഫസ്റ്റ് ഇൻവെസ്റ്റ് ഓൺ യു ആൻഡ് ഏൺ മണി ഫ്രം ദ മാർക്കറ്റ്. നമുക്ക് എന്ത് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ആരും അത് ചെയ്യാറില്ല. സോ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഏൺ ചെയ്യുക. ഓക്കെ, സോ ബൈ, ഗുഡ് നൈറ്റ്.